മിനി സ്ക്രീനിൽ കോമഡി ട്രാക്കിലൂടെ ചിരിവണ്ടി ഓടിച്ച് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ ചിരിയുടെ പീക്കിലെത്തിച്ച് തൃപ്പൂണിത്തുറക്കാരി അംബിക സുരേഷ് ദമ്പതികളുടെ മകളായി ജനിച്ച് സർക്കാർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും കഴിഞ്ഞ് സെന്റ് തെരേസാസ് കോളേജിലെ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി പുരുഷ പ്രാതിനിധ്യമേറിയ ടെലിവിഷൻ കോമഡി ഷോകളിൽ പിന്നീട് ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമായി അവർ മാറി. നർമ്മവൈഭവത്തിനൊപ്പം നൃത്ത പ്രാവീണ്യം കൂടി ചേർന്നപ്പോൾ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീനുകളിൽ ഈ കലാകാരി സ്ഥിര സാന്നിധ്യമായി മാറി. കട്ടയ്ക്കുള്ള കൗണ്ടറുകളും കട്ടയ്ക്കുള്ള റിഫ്ലക്സുകളും കൊണ്ട് മലയാളികളുടെ മുഖ്യധാര വിനോദ മാധ്യമങ്ങളിൽ താരസാന്നിധ്യമായ അവർ പിന്നീട് അവതാരകർക്കിടയിലും ഒറ്റയാൾ പട്ടാളമായി ടെലിവിഷൻ ഷോകളുടെ റേറ്റിംഗ് റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു. എത്രയോ ഉയരങ്ങളിലേക്ക് പോകാൻ ഇനിയൊരു ജന്മം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കലാകാരി. ഓർമ്മയിലെന്നും സുബി സുരേഷ്. ഇവൻ സൂര്യനാരായണനോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ നിനക്കറിയാം? മുമ്പ് ഇവിടെ വന്ന ബിന്ദു പറഞ്ഞായിരുന്നു. വൈദ്യണ്ണ, നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ സരോജം? അതിന് ഒരുപാട് നേരമുണ്ടല്ലോ. സാർ പോയിട്ട് 5 മണിക്ക് വന്നാ മതി. നിങ്ങളെ വിശ്വസിച്ച് സ്വന്തം വീട് ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന എനിക്കാ തെറ്റുപറ്റിയതാ. എന്റെ അടുത്ത ആഡിന് വേണ്ടിയുള്ള കുറച്ച് കോസ്റ്റ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, പെണ്ണിന്റെ പറച്ചില് കേട്ടാ കെട്ട് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി മുട്ടി നിക്കുവാന്ന് തോന്നുന്നു. നിങ്ങളുടെ അസൂയ കാരണമല്ലേ മകനെ അപകടപ്പെടുത്താൻ നോക്കിയത്? ധൃതി വെക്കല്ലേ, നാളെ മതി. അയ്യോ, കൂട്ടുകാരൻ വന്നേക്കണ ചേട്ടാ, കണ്ണു ഓർന്നൊന്നും നോക്ക് ചേട്ടാ. ആ പിന്നെ ആ സൗമ്യയുടെ ഹസ്ബൻഡ് മിക്കവാറും അവളെ ഡൈവേഴ്സ് ചെയ്യും. അവർക്ക് അങ്ങനെ തന്നെ വേണം. ഔപചാരികമായ ഒരു ആമുഖത്തിനപ്പുറം ഔപചാരികതകൾ വ്യക്തിപരമായി എനിക്ക് വളരെ കുറഞ്ഞ ഒരു എപ്പിസോഡായിരിക്കും ഇത്. പിന്നിട്ട എപ്പിസോഡുകളിൽ നമ്മൾ ഓർമ്മിച്ച മൺമറഞ്ഞു പോയ ഓരോ പ്രതിഭകളും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപക്ഷെ ഈ ഒരു പരിപാടിയുടെ അവതാരകനായിരിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ടെലിവിഷൻ ഷോകളിലോ ഞാൻ ഏറ്റവും കൂടുതൽ വേദികളിലോ ഒപ്പം കൂടിയിട്ടുള്ള ഒരു കലാകാരി കൂടിയാണ് സുബി സുരേഷ്. സുബിയോടൊപ്പം ഒരുപാട് വേദികൾ, ടെലിവിഷൻ ഷോകൾ, സിനിമകളിലെല്ലാം പങ്കുവച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ സുബിയുടെ ഓർമ്മകളുമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുന്നത് പ്രിയപ്പെട്ട കലാഭവൻ ഷാജോൺ. ചേട്ടാ, സ്വാഗതം പരിപാടിയിലേക്ക്. താങ്ക് യു. ഞാനിപ്പം ആമുഖം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പക്ഷേ സുബിയുടെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞാനിവിടെ പ്രേം നസീർ സാറിന്റെ എപ്പിസോഡോ അല്ലെങ്കിൽ ജോൺസൺ മാസ്റ്ററെ കുറിച്ചോ ഒക്കെ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ആളുകൾ അവരുടെ ഓർമ്മകൾ, ആ അനുഭവങ്ങളെല്ലാം ഒരല്പം ഔപചാരികതയോടുകൂടി മാത്രമേ എനിക്ക് ഓർക്കാനും അവതരിപ്പിക്കാനുമാകൂ. എന്നാൽ സുബി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും നമുക്കിടയിൽ എവിടെയോ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന, ഇപ്പോഴും വ്യക്തിപരമായി നമ്മുടെ ഫോണുകളിൽ നിന്ന് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും പേര് മായ്ച്ച് കളഞ്ഞിട്ടില്ലാത്തൊരു പേരായി തുടരുന്ന ഒരാളാണ് ഷാജോൺ ചേട്ടൻ. എൻ്റെ ഓർമ്മകൾ അവിടെ നിൽക്കട്ടെ. ഷാജോൺ ചേട്ടൻ സുബിയെ ആദ്യമായിട്ട് കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ? തീർച്ചയായും കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. നമ്മളീ പറയുന്ന പോലെ മിമിക്രി, എറണാകുളം ബേസ് ചെയ്ത് മിമിക്രി തുടങ്ങിയ കാലം മുതലൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും വെച്ച് കാണുന്ന ഒരു മുഖമാണ് സുബിയുടെ. പക്ഷെ അപ്പോഴൊന്നും സുബിയുമായിട്ടൊന്നും അസോസിയേറ്റ് ചെയ്താലും പ്രോഗ്രാം ചെയ്യാനുള്ളൊരു ഭാഗ്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സുബിയോട് വളരെ അടുത്ത് ഇടപഴകാനും സുബിയോടൊപ്പം പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഗൾഫ് ഷോയ്ക്കാണ്. അപ്പോൾ ആ സമയത്ത് വളരെ എനിക്കൊന്ന് പ്രചോദമൊക്കെ ഉള്ളൊരു ഷോ ആണെന്ന് തോന്നുന്നു. വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളവരൊക്കെ തന്നെ മിമിക്രി ചെയ്യുന്നു, അവർ തന്നെ ഡാൻസ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു പരിപാടികളൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പോൾ എനിക്ക് ഈ ഡാൻസ് എന്ന് പറയുന്നത് വലിയ പിടുത്തമില്ല. അപ്പം സ്പോൺസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുബി പറഞ്ഞിട്ടുണ്ട് ഷാജോൺ ഡാൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് അങ്ങനെ അറിഞ്ഞുകൂടാ, അല്ല ഒന്ന് ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് സുബിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു റിഹേഴ്സലും കാര്യങ്ങളെല്ലാം. സുബിയുടെ മമ്മിയും സുബിയുടെ അങ്കിളും അനിയനും ഒക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് എനിക്കൊന്ന് രഞ്ജിത്ത് എന്ന് പറഞ്ഞ കലാഭവനിലുണ്ടായിരുന്നു. എനിക്ക് രഞ്ജിത്തിന് അതിന് മുൻപ് പരിചയം ഉണ്ടായിരുന്നു. രഞ്ജിത്തായിരുന്നു മാസ്റ്റർ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് സുബിയാണ് ആദ്യമായിട്ടൊരു സ്റ്റേജിൽ അത്യാവശ്യം നമ്മളെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് പഠിപ്പിച്ചു തന്ന ഒരാൾ സുബിയാണ്. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റേജുകളിൽ എൻ്റെ ഡാൻസ് പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് എൻ്റെ ഒരു ഗുരു സ്ഥാനത്തുള്ള ഒരാൾ കൂടിയാണ് സുബി എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മിമിക്രി തുടങ്ങിയ കാലം തൊട്ട് അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, സ്ത്രീ വേഷങ്ങൾ ചെയ്യാൻ പലപ്പോഴും ആണുങ്ങൾ തന്നെ പെൺവേഷം കെട്ടിയാണ് മിമിക്രി ഒരു കാലഘട്ടം മുഴുവൻ അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മിമിക്രിയിലേക്ക് വന്നത്. അവർ തന്നെ ഒരുപാട് കാലം തുടർന്നിട്ടുണ്ടോ എന്നൊക്കെ സംശയമാണ്. പക്ഷേ സുബി നിന്നിരുന്നത് ഇവിടുത്തെ ടോപ്പ്
റേറ്റഡ് ആയിട്ടുള്ള വലിയ ആർട്ടിസ്റ്റുകളോടൊപ്പം ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു സുബി എന്നുള്ളത് വലിയൊരു ഓർമ്മയാണ് സുബിയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നമ്മളൊരു സ്റ്റേജിലൊക്കെ ഇപ്പം എല്ലാവരും എല്ലാത്തിനും ഒരു കണക്ക് വെക്കും. ഞാൻ 2 സ്കിറ്റേ കളിക്കൂ, ഒരു ഡാൻസേ കളിക്കൂ എന്നൊക്കെ പറയുമ്പോൾ സുബിയൊക്കെ ഒരു 2 സ്കിറ്റ് കളിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ഡാൻസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം ചേഞ്ചിനുള്ള സമയം ചോദിക്കും. അത് തന്നെ സാധാരണ ഒരാൾ അരമണിക്കൂർ കൊണ്ട് ഡ്രസ്സ് മാറി, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം, അതിനുള്ള സമയം മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അത്രയധികം സ്റ്റേജുകളിൽ അത്രയും ഇൻവോൾവ് ചെയ്ത് അത്രയും സിൻസിയറായി പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളായിരുന്നു സുബി. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കാം. ഇരിക്കും. താങ്ക് യു. സുബി എന്ന് പറയുന്ന ആള് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സുബി എന്ന് പറയുന്ന വ്യക്തി, സുബി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, രണ്ടും രണ്ടാണ്. നമ്മള് ഇപ്പൊ ആണുങ്ങളുടെ ഒരു ആധിക്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പം ചില ട്രൂപ്പിന്റെ വണ്ടികളിലോ ചില ഷോയ്ക്കോ ഒക്കെ പോകുമ്പോൾ ഒരു ബസ്സിൽ നമ്മളൊരു 15 ആണുങ്ങളും ഒരു സുബിയുമായിരിക്കും നമ്മളോടൊപ്പം ഉണ്ടാകുക. സ്റ്റേജിലൊരു വലിയ ഷോയിൽ ഒരു വലിയ സംഘത്തിനോടെ ഒരു സുബി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ സുബി തന്നെ നമ്മളോടൊക്കെ പലതവണ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും എന്നെ ഒരു ആണായിട്ടാണ് കണക്കാക്കിയേക്കുന്നത് അല്ലേ, ആണായിട്ട് കൂട്ടത്തിൽ കൂട്ടിയേക്കുന്നതെന്ന് പറഞ്ഞ അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ സൗഹൃദവും. പല സന്ദർഭങ്ങളിലും നമ്മൾ വിദേശത്തൊക്കെ പരിപാടിക്ക് പോകുമ്പം ബാക്കി എല്ലായിടത്തും ഒക്കെ സുബി അമ്മയും കൊണ്ടൊക്കെ വരുമെങ്കിലും നമ്മളോടൊക്കെ ഒപ്പം സധൈര്യം ഒറ്റയ്ക്ക്. കാരണം സുബി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദേശ ഷോകൾ ചെയ്യാനുണ്ടായിരുന്ന ഒരു കാരണം ആ സമയത്ത് ഈ ഒറ്റയ്ക്ക് വന്ന് തുടങ്ങുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ആദ്യത്തെ ആളുകളിലൊന്ന്. തീർച്ചയായും സുബി നമ്മളെ സംബന്ധിച്ചൊരു ധൈര്യമായിരുന്നു നമുക്ക്. കാര്യം നമ്മളിപ്പോൾ ഒരു ഷോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിപ്പോൾ അമേരിക്കൻ ഷോ ആണെങ്കിലും പുറത്തുള്ള എന്ത് ഷോ ആണെന്നുണ്ടെങ്കിലും ഗേൾസിനെ ആര് വെക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒപ്പം ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരും ആദ്യം പറയുന്ന പേര് സുബിയുടെയാണ്. കാര്യം സുബി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാൻസ് സെറ്റാണ്, സ്കിറ്റിന്റെ ഭാഗം സെറ്റാണ്, പിന്നെ അതിനകത്ത് അതിനും റെഡിയാണ്. പിന്നെ എത്ര പേരുണ്ടോ അതിൻ്റെ കൂടെ സുബി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കംപ്ലൈൻസും ഇല്ലായിരുന്ന ഒരാളാണ്. ഒന്നും എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചില്ലല്ലോ, അല്ല അതും എന്തിനാണ് മറ്റവർ അങ്ങനെ കംപ്ലൈൻറ്റ്, എനിക്ക് സ്ത്രീയാണെന്ന പരിഗണന കിട്ടിയില്ല, അതുമില്ല, ഇതൊന്നും പറയാതെ ഒരു ടെൻഷനും ആരെ അടുപ്പിക്കാതെ സ്പോൺസേഴ്സും ഹാപ്പിയാണ്, കൂടെയുള്ള കോ ആർട്ടിസ്റ്റുകളും എല്ലാവരെയും ഹാപ്പിയാക്കുന്ന, ഒരു കംപ്ലൈൻസും പറയാത്ത. അതോ ഈ പറഞ്ഞ പോലെ പിഷോ ആദ്യം പറഞ്ഞ പോലെയാണ്, നമുക്ക് പെട്ടെന്നൊരു സ്റ്റേജിലൊക്കെ വന്നിട്ട് നമുക്കൊന്ന് ലിസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ സുബി അടുത്ത മറ്റേ പാട്ടില്ല, അപ്പം നീ ഡാൻസിന് കയറണം കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ അപ്പോൾ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ടൈമില്ലോ എന്ന് പറഞ്ഞാണോ, ഒരു 2 മിനിറ്റ് എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴേക്കും റെഡി ആയിട്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പക്കാ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പക്കാ പ്രൊഫഷണലും വലിയ ആർട്ടിസ്റ്റുമാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഒരു കിടങ്ങൂര് പള്ളിയിലോ മറ്റേ ഇവിടുന്ന് ബാക്കിട്ടൊരു 15 കൊല്ലം ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വായനക്കുന്ന സ്കിറ്റാണല്ലോ. അപ്പോൾ ഒരു സ്കിറ്റ് ഏതെങ്കിലും ഒരു ടീം റെക്കോർഡ് ചെയ്തത് ഉണ്ടായിപ്പോയാൽ ആ സ്കിറ്റ് പലരും കൊണ്ടുപോയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ കിടങ്ങൂര് പള്ളിയിൽ എത്തി പരിപാടിക്കൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എന്റെ കയ്യിൽ സീഡിൽ 3-4 സ്കിറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന 5 പേര് പോകുമ്പോൾ കളിക്കേണ്ട സ്കിറ്റ് ഉണ്ട്, 3 പേര് പോകുമ്പോൾ ചെയ്യേണ്ട സ്കിറ്റ് ഉണ്ട്, 2 പേര് ചെയ്യുമ്പോൾ പോകേണ്ട സ്കിറ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ കൊണ്ടുപോയ ഒരു സ്കിറ്റ് അതിന്റെ തലേന്ന് വേറൊരു ടീം അവിടെ കളിച്ചു എന്ന് പറഞ്ഞു, പെട്ടെന്ന് മാറ്റണം. അപ്പൊ ഞാൻ എൻ്റെ വേറെ സ്കിറ്റ് ഉണ്ട്. അപ്പോൾ സുബിയോട് ചോദിച്ചപ്പം സുബി ഈ പുതിയ സ്കിറ്റ് കേട്ടിട്ടില്ല അക്ഷരാർത്ഥത്തിൽ. ഞാൻ പെട്ടെന്ന് ഒരു കാറിൽ കയറ്റി ഇരുത്തിയിട്ട് കാറിന്റെ സ്റ്റീരിയോയിൽ പ്ലേ ചെയ്തിട്ട് ഒരു 10-12 മിനിറ്റ് ഈ സ്കിറ്റ് ഒരു തവണ കേട്ടു. പിന്നെ നേരെ സ്റ്റേജ് കയറി പെർഫോം ചെയ്യണം. ലിപ്പ് ചുണ്ട് പിടിക്കുക എന്നുള്ളതാണല്ലോ, നമ്മൾ കയ്യും കാലും ഒക്കെ ഇടയ്ക്കിൽ നമുക്ക് ഏതാണ്ട് ഇന്നത് പറഞ്ഞ് എന്നാന്ന് എനിക്കറിയാം. അത്ഭുതം തോന്നുന്ന രീതിയിൽ ആ 12 മിനിറ്റ് സ്കിറ്റും കൃത്യം ടൈമിങ്ങിന് റിയാക്ട് ചെയ്ത് ചുണ്ടു കൊടുത്ത് ചെയ്തു എന്ന് പറയുന്നത് അതൊരു ആർട്ടിസ്റ്റിന്റെ എക്സ്പീരിയൻസ് ആണ്. എത്രയോ തവണ ഒന്നുകിൽ എങ്ങാൻ കൂവ് കിട്ടിയാലോ എന്ന് പറഞ്ഞാൽ അവനവന്റെ തടി ഊര, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്, നിങ്ങൾ പറഞ്ഞ സ്കിറ്റ് അല്ല കളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കളിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറാം. പക്ഷെ അതൊന്നുമല്ലാതെ 10-12 മിനിറ്റ് പെർഫോം ചെയ്ത് അത്ഭുതപ്പെടുത്തുക. പിന്നെ ഞാനും സുബിയും USA പോയിട്ടുള്ള ഒരു ഷോയ്ക്ക് സുബി ഭർത്താവും ഞാൻ ഭാര്യയായിട്ടൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, എന്തേലും ഒരു പുതുമയാണെന്നുള്ളത്. സുബി ഭർത്താവാണ്, ആൺവേഷം കെട്ടി സുബി ഭർത്താവും ഞാൻ ഭാര്യയായിട്ട് നമ്മുടെ സുജാത ചേച്ചിയും ശ്വേതയും കൂടെ ഉണ്ടായിരുന്ന ഷോ ആയിരുന്നു, അതിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഞാൻ ആവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊപ്പം പോയിട്ടുള്ള ഒരാള് സുബിയാണ്. നമ്മളിപ്പോൾ ആണുങ്ങളിൽ ഷാജോൺ നയിക്കുന്ന ഷോ പോവാം, ഞാൻ നയിക്കുന്ന പോവാം, ടിനി ടോം നയിക്കുന്നതോ പ്രചോദ് നയിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഷോകൾ പോകാം. പക്ഷെ ഇത് ഏത് ഷോ ആയാലും സുബിക്ക് പരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആൺ ലീഡേഴ്സിന്റെയും കൂടെ സുബി ഒരു പെണ്ണായതുകൊണ്ട് സുബി അത്യധ്വാനം ചെയ്യേണ്ട ഒരാളായിരുന്നു.
ഉറങ്ങാതെയൊക്കെ ദുബായിൽ നിന്ന് വന്നു, രാവിലെ വന്നു, അടുത്ത വണ്ടിക്ക് ദുബായിക്ക് പോയി ഷൂട്ടിങ്ങിന് പോയി വന്നു, വലിയ അധ്വാനത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം ഇല്ലെങ്കിൽ എപ്പോൾ വിളിച്ചാലും സുബി ഉറക്കമായിരിക്കും, ഫോൺ എടുക്കില്ല. മമ്മിയെ വിളിച്ചു ചോദിച്ചാൽ ഷാജാന സുബി ഉറക്കമാ. കാര്യം പകൽ സമയത്ത് മിക്കപ്പോഴും അവൾ ഉറക്കമായിരിക്കും. എന്നിട്ട് എന്നും ഡെയിലി പ്രോഗ്രാംസ് ഉണ്ടല്ലോ. പിന്നെ ഈ പ്രോഗ്രാമിന് പോകുന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ മറ്റൊരു ഇവളുടെ ഒരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ചില ആളുകൾ, പ്രത്യേകിച്ച് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും, ചില മദ്യപിച്ചിട്ട് ചില ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കാനൊക്കെ വരും, ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ട് സംസാരിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് സാധാരണയാണ് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ. ബാക്കി എല്ലാവരും ഇച്ചിരി പുറകോട്ട് നിന്നാലും നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സുബി. എന്താ പ്രശ്നം, അത് ആരാ അവനെങ്കിൽ വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ ഒരു ഇറക്കമുണ്ട്. അതിനകത്ത് ഈ വരുന്നവരെ കുഴപ്പം. എനിക്ക് അത് തോന്നിയിട്ടുള്ളൊരു കാര്യം, ലേസ ലേസ എന്ന് പറയുന്ന തമിഴ് പടം, സുബിക്ക് വലിയ വേഷമാണ് അതില്. തൃഷയുടെ ഒക്കെ ഫസ്റ്റ് പടവും മറ്റാണ്, അതില് സുബിയുണ്ട്. പല സിനിമകളിലും നല്ല വേഷങ്ങള്, ഉഗ്രം ക്യാരക്ടർ റോൾസും നല്ല വേഷങ്ങളും വരുമ്പം നേരത്തെ സ്റ്റേജ് പരിപാടിയും മിമിക്രിയും TV ഷോയും കമ്മിറ്റ് ചെയ്ത് പോയതിന്റെ പേരിൽ അത് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഒരാളാണ് സുബി. ഒരുപാട് വേഷങ്ങള് സിനിമകളിൽ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് ഈ തിരക്കുകൾ കാരണം. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു പരാതിയായിട്ട് പറയുകയോ അങ്ങനെ അത് ആ പേരില് ഒരുപാട് അങ്ങനെ വിഷമിക്കുകയോ ചെയ്യുന്നതല്ല. അങ്ങനെ സിനിമയിൽ പോയില്ലേ വിളിച്ച അങ്ങനത്തെ ഒരു സങ്കടമൊന്നുമില്ല. നമുക്ക് ഉള്ളതില് പരിപാടി എല്ലാ ദിവസവും ഉണ്ടാവുക, എൻഗേജ് ആയിരിക്കുക, അതാണ് യാത്രകൾ എല്ലാ ദിവസവും ഉണ്ടാവണമെന്ന് പറയുന്ന കാര്യം അറിയാം. ഈ മേജർ ടീമിന്റെ ഒക്കെ കൂടെ പോകുമ്പോ തന്നെ നമ്മൾ ചില തിരുവനന്തപുരത്തോ കൊല്ലത്തോ കോഴിക്കോടൊക്കെ പോകുമ്പം ചില ചെറിയ ട്രൂപ്പുകളുടെ ഒക്കെ കൂടെ സുബി ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോസ്റ്ററൊക്കെ കാണാൻ പറ്റും. ഇന്ന ട്രൂപ്പ് ആരൊക്കെയോ നമുക്കറിയാത്ത, അവര് മോശക്കാരെന്നല്ല, ആ ആർട്ടിസ്റ്റുകളുടെ കൂടെയും സുബിയുടെ പോസ്റ്റർ കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാൻ രണ്ടുപേരെ കൂടെ വിളിക്കുകയാണ്. ഇവർ രണ്ടുപേരും സുബിയുടെ ജീവിതത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുപാട് സ്റ്റേജുകളിലും ടെലിവിഷൻ ഷോയിലും ഒക്കെ സുബിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള രണ്ടുപേരാണ്. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരും സിനിമാ താരങ്ങളാണ്, ടെലിവിഷൻ താരങ്ങളാണ്, സ്റ്റേജിലെ സ്റ്റാഴ്സാണ്, മിമിക്രി ആർട്ടിസ്റ്റുകളാണ്, അഭിനേതാക്കളാണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾക്ക് അർഹരായ രണ്ടാളുകൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കലാഭവൻ പ്രജോത് ആൻഡ് ടിനി ടോം. എൻ്റെ ഒരു സുബിയെ ഫീൽഡിലേക്ക് കണ്ടെത്തി കൊണ്ടുവരുന്നതിൽ ഒരാൾ ടിനിച്ചേട്ടനാണ്. അല്ല, എന്താന്ന് വെച്ചാൽ സിനിമയിലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഡയാന സിൽവസ്റ്റർ ഒരു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ പ്രോഗ്രാമിനൊക്കെ ഡാൻസ് ചെയ്യുന്ന, സെൻട്രൽ കളിക്കുന്ന ഒരു കൊച്ചി, വളരെ സ്ലിം ആയിട്ടുള്ളൊരു കുട്ടി. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഈ സ്കിറ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ സെയിൻറ്റ് റസസിൽ പ്രീഡിയിരിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം. ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോണത്. അന്ന് 3-4 പേരുള്ളൂ സിനിമയില എന്ന് പറയുന്നത്. ഇപ്പോൾ തോമസ് തോപ്പിൽക്കുടി, സാജു കുടിയൻ, ഹരിശ്രീ മാർട്ടിൻ, പിന്നെ സുബി. അങ്ങനെ ഈ കൂട്ടത്തിലേക്ക് സാധാരണ സ്ത്രീ കഥാപാത്രങ്ങൾ ആണുങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സുബി വരികയും ആദ്യത്തെ പെർഫോമൻസിൽ തന്നെ ഡയാന സിൽവസ്റ്ററിന് ഭയങ്കരമായിട്ട് ഈ കുട്ടി നല്ല പെർഫോമറാണല്ലോ എന്ന് വെച്ച്. അത് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. അത് ആദ്യം ഫ്ലോറിലായിരുന്നു, പുളിയറക്കോണത്തായിരുന്നു. പിന്നെ വരാപ്പുഴയിലൊരു വീട്ടിലൊരു പ്രേതങ്ങളെ വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പോഴും ഞാൻ സുബിയുടെ ലാസ്റ്റ് യാത്രയിൽ ഞാൻ സുബീനെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രാവലറിൽ. അപ്പോഴും ഞാൻ ഓർത്തു, ആദ്യത്തെ ഷൂട്ട് ചെയ്തത് വരാപ്പുഴയിലാണ്. അവളുടെ ലാസ്റ്റ് യാത്ര അതിന് കാരണം അന്ന് ഞാൻ എൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോയത്, കാറിൽ. ഫസ്റ്റ് ഷൂട്ടിനും ഈ യാത്രയിൽ ഞാനാണ്. അപ്പം ഞാനത് കൂടുതൽ പറയാനുള്ളത് ഇമോഷണലായി പോകും. അപ്പം അത്ര ഇമോഷണലിലേക്ക് പോകണില്ല. അപ്പം അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്. അതിനുശേഷം ശരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ ഭാര്യയുടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ സിസ്റ്റർ എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് സുബി. ലാസ്റ്റ് അഭിനയിച്ച സിനിമയിൽ, അതായത് ഡ്രാമ എന്ന് പറയുന്ന രഞ്ജിത്ത് സാറിൻ്റെ പടത്തിൽ എൻ്റെ അനിയത്തിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അതെല്ലാം നിമിത്തങ്ങളായിട്ടാണ് വന്നത്. പിന്നെ ഇപ്പോൾ ഷാജോണൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏത് വിടവും നികത്തുന്ന ആളായിരുന്നു. ഇന്ന റോളില്ല, 2 ഡബിൾ റോൾ ചെയ്യണോ, അത് ചെയ്യും. ഡാൻസിനോ ഇപ്പം നമ്മൾ ഒരുപാട്, ഇപ്പോൾ പണ്ടൊക്കെ 1 മാസം നമ്മൾ ഗൾഫിലൊക്കെ ഷോന് പോകുമ്പോൾ ഒറ്റയ്ക്ക് വരാൻ ധൈര്യമാണ്. കാരണം ഇപ്പം രാത്രിയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞാലും
വീട്ടുകാർക്ക് ഭയങ്കര ധൈര്യമാണ് നമ്മുടെ ഒപ്പം വിടാൻ. കാരണം നമ്മുടെ സ്വന്തം സഹോദരിയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതെ അപ്പൊ അത് എത്ര പറഞ്ഞാലും തീരില്ല. സുബിയെ കുറിച്ച് ഇപ്പൊ പറയാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പുള്ളിക്കാരിയുടെ ഓരോ സന്തോഷങ്ങളും എന്റെ അടുത്ത് ഷെയർ ചെയ്യുമായിരുന്നു, വിഷമങ്ങളൊന്നും പറയാറുണ്ടായിരുന്നില്ല. അതാണ് അവസാനത്തെ വിഷമം ഞാൻ അറിയാതെ പോയത്. ലാസ്റ്റ് ഒരു 12ാമത്തെ ദിവസമാണ് ഞാൻ അറിയുന്നത്. സുബി മരിക്കുന്നതിന് 12ാം ദിവസം മുമ്പാണ് സുബിയുടെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പോഴും സുബി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആരും പറയരുതെന്നാണ് പറഞ്ഞത്. പ്രചോദേട്ടൻ ഏത് കാലഘട്ടത്തിലാണ് പരിചയപ്പെട്ടതും വന്നതല്ല? ഞാനും നമ്മൾ TV ഷോകൾ കൂടിയാണ് പിന്നീട് അറിയാൻ തുടങ്ങി. പിന്നെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ഷോകളൊക്കെ ആണെങ്കിൽ പോലും, അല്ലെ സുബി വിളിക്കുന്ന ഷോകളൊക്കെ ആണെങ്കിൽ പോലും, വിദേശത്ത് ഒരുപാട് ട്രിപ്പ് ഉണ്ടെങ്കിലും നമുക്ക് അധികം ആൾക്കാർ വേണ്ട. അപ്പം ഞാനും ഷാജോണും ഞങ്ങളെല്ലാം പോകുന്ന ട്രിപ്പിലാണെങ്കിലും സുബി ഒറ്റയ്ക്ക് മതി. അപ്പം നമ്മളൊരു 4 പേര് പോകുന്ന ട്രിപ്പിലൊക്കെ ആണെങ്കിലും സുബി ഉള്ള ഷോയ്ക്കല്ല ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുബി നന്നായിരുന്നു എല്ലാവരെങ്കിലും പേരെടുക്കുന്ന സുബിയാണ്. ഇപ്പം വലിയ ഷോ, ഇപ്പൊ താരാട്ട് സുജയന്റെ ഷോ ഒക്കെ ആണ് വലിയ ഒരുപാട്. താരാട്ട് സുജയന്റെ അമേരിക്കയിലുള്ള സ്പോൺസറാണ് ഈ വിജയൻ ചേട്ടൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന്റെ എല്ലാ ഷോയും ഫസ്റ്റ് സുബീനാണ്. സുബീൻ സൗണ്ട് എഞ്ചിനീയറും ആണ് എല്ലാ ഷോയും. നമ്മൾ ബാക്കി എല്ലാരെയും വേറെ ആരും കൂടെ പോവില്ല സുബി. അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ സുബി പോയിട്ടുള്ളത് ഈ സ്പോൺസർ കൂട്ടത്തിലാണ്. വേറെ ആരും കൂടെ പോയിട്ടില്ല. വേറെ ആരുടെയും കൂടെ പോയിട്ടില്ല അല്ലേ? അതെ. അല്ല, ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് വിശ്വാസമാണ് ആ സുബി ആ ഷോയ്ക്ക് ഉണ്ടെങ്കിൽ ചത്ത് നിൽക്കും എന്നുള്ളതാണ്. അപ്പം ലാസ്റ്റ് തന്നെ പോയത് ഞാനും സുബി മാത്രമേ ഉള്ളൂ സ്കിറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അതുപോലും ഈ പറയുന്ന സ്കിറ്റ് ഡാൻസ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു പരാതിയില്ലാതെ എല്ലാം ചെയ്ത് തീർക്കുവാൻ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് സുബി എന്ന് പറയുന്നത്. ഞാനൊരിക്കൽ സുബിയുടെ കൂടെ യാത്ര ചെയ്യുമ്പം സുബി വീട് വെക്കുന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സുബി നിനക്ക് എന്നോ വീട് വെക്കാം, എപ്പോഴോ വെക്കാറ്, നീ എന്താ വെക്കാത്തതല്ല. ഞാനപ്പോ ഓരോരോ കാര്യങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഹാൻഡ് ബാഗ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഇഷ്ടിക പോലെ ഇത്ര ഉണ്ട് സുബിയുടെ പാസ്പോർട്ടുകൾ. എല്ലാ രാജ്യത്തിനും കൂടെ പോയത് ഒരു 1, 2, 3, 4 5-6 പാസ്പോർട്ടുകൾ കൂടി. ഫസ്റ്റ് വിദേശത്ത് കൊണ്ടുവന്നത് ഞാനാണ്. ഒരു ദുബായ് പ്രോഗ്രാം ഫസ്റ്റ് പാസ്പോർട്ടിൽ സീലടിക്കുന്നത്. അപ്പോ 5-6 പാസ്പോർട്ട്. ഞാൻ പറഞ്ഞു, സുബി ഈ ഇത്രയും പാസ്പോർട്ട് വെച്ചിട്ട് ഇനി നമ്മൾ കഷ്ടപ്പാട് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. ഇതെല്ലാം പോയി വന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇനി അങ്ങനെ കഷ്ടപ്പാട് പറയരുത്. ഈ അവനവനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം, അവനവന് വേണ്ടി ജീവിച്ചു തുടങ്ങണം എന്നൊക്കെ പറയുമ്പം അതൊട്ടും മനസ്സിലാകാത്ത ഒരാളായിരുന്നു. ടിനിച്ചേട്ടൻ പറഞ്ഞു സിനിമാല എന്ന് പറയുന്ന പരിപാടിയിലാണ് ആദ്യമായിട്ട് വരുന്നതും കൊണ്ടുപോകുന്നതെന്നൊക്കെ. ഒരുപാട് എപ്പിസോഡുകളിൽ സുബിയോടൊപ്പം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള സുഹൃത്തും സഹപ്രവർത്തകരും അഭിനേതാവും സംവിധായകനുമൊക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട സാജു കൊടിയൻ ഇപ്പോൾ സുബിയെ ഓർക്കുന്നു. സുബിയെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് ആശുപത്രിയിൽ വെച്ചിട്ടാണ്. ഞാൻ സുബി ആദ്യം ആശുപത്രി കിടന്നപ്പോൾ സുബി പറഞ്ഞ് ഞാനിവിടെ ആശുപത്രിയിലുണ്ട്. എൻ്റെ വീട് ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്, രാജഗിരി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ സുബിയെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ കോവിഡുള്ള സമയമാണ്. അപ്പം ഞാനിങ്ങനെ മാസ്കൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞാൽ, ചേട്ടാ സൂക്ഷിക്കണം, കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കുറേ ഉപദേശമൊക്കെ തന്നു. ഞാൻ വീട്ടിൽ തിരിച്ചു ചെന്ന് എനിക്ക് പിറ്റേ ദിവസം കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ഞാൻ സുബിനെ വെച്ചിട്ട് പറഞ്ഞു, സുബി എനിക്ക് കോവിഡ് ഐ ഡി എന്ന് പറഞ്ഞപ്പോൾ കുറേ ചിരിച്ചോളൂ. ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ വേണം, എന്നെ കാണാൻ വന്നിട്ടല്ലേ, അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം 2ാമത് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, പക്ഷേ ഞാൻ പോയില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കോവിഡ് ആയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയൊക്കെ പറഞ്ഞ ആളാണ്. ഉഴവൂർ പള്ളിയിൽ എനിക്കൊരു പ്രോഗ്രാം, അപ്പോൾ ആ പ്രോഗ്രാം ഞാനാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമിന് ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിരുന്നു. സുബിക്ക് അന്ന് എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ കാരണം ഞാൻ വേറെ ആളെ വെച്ചത്. അങ്ങനെ ഞാൻ അവിടെ പ്രോഗ്രാമിന് പോയി അവിടെ എത്താമെന്നാണ് ആർട്ടിസ്റ്റ് പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഫോൺ ചെയ്തിട്ട് പറഞ്ഞത്, എനിക്ക് വരാൻ പറ്റില്ല, സുഖമില്ലാതെ കിടക്കുകയാണ്, എനിക്കൊരു രീതിയിൽ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വരും. ഞാൻ അങ്ങനെ പേടിച്ചു, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റണ്ടേ. ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ പരിപാടി തുടങ്ങണം. ഞാൻ അപ്പം തന്നെ സുബീനെ വിളിച്ചിട്ട് പറഞ്ഞു, സുബി ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ സുബി പറഞ്ഞു, എൻ്റെ വർക്ക് തീർന്നു ചേട്ടാ, ഞാനിപ്പം തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ റേറ്റൊന്നും ചോദിച്ചൊന്നുമില്ല, എനിക്ക് എന്ത് തരുമെന്നോ അങ്ങനെ അങ്ങനെയുള്ള ഒരു ബാർഗെയിനിങ്ങും ഇല്ല ആൾ. അപ്പം തന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പുള്ളിയും അങ്കിളും കൂടി നേരെ ഉഴവൂർ വന്നു. ഞാൻ പരിപാടിക്ക് സ്റ്റേജിൽ ഫസ്റ്റ് ബെല്ല് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റേജിൻ്റെ ഗ്രീൻ റൂമിൽ വന്ന ആൾ. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സുബി എന്ന് പറയുമ്പോൾ. സുബി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ കലാലോകത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ്. സാഹചര്യം ഇപ്പൊ പറഞ്ഞ കാര്യത്തിന്റെ വേറൊരു വെർഷൻ ഞാനിപ്പോ പറഞ്ഞപ്പോൾ ആലോചിച്ചതാണ്. അതായത് വലിയ ഫാമിലി ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞു സുബി പലപ്പോഴും ഒറ്റയ്ക്ക് വരും, അല്ലെങ്കിൽ സുബി നമ്മൾ ആണുങ്ങളോടൊപ്പം കൂട്ടത്തില് ഒറ്റ പെണ്ണായിട്ട് വരും എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു ആർട്ടിസ്റ്റിന്റെയും ഭാര്യയ്ക്ക് സുബി പ്രശ്നമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോയിന്റ് കാരണം ഇപ്പൊ നമ്മളോട് ഏതെങ്കിലും ഒരു പെണ്ണ് ഒരുപാട് സ്വാതന്ത്ര്യത്തിൽ പെരുമാറുകയൊക്കെ ചെയ്ത നമ്മുടെ ഭാര്യ ഒരു പ്രശ്നം ഉണ്ടാക്കാനുണ്ട് കണക്കുപ്രകാരം.
അതിവര് കൃത്യം പിടിക്കുമല്ലോ. കൃത്യം അടുപ്പിച്ച് ഫോൺ ചെയ്താലൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ഭാര്യമാർക്ക് ഈ നമ്മുടെയാണ് ഒരു പരിധി വിട്ട സൗഹൃദം കാണിക്കുക, ഒപ്പം നിൽക്കുക, ഒപ്പം പോവുക എന്നൊക്കെ പറഞ്ഞാൽ പറ്റില്ലേ. പക്ഷെ ഈ സുബി വന്ന് എന്ത് കാണിച്ചാലും സുബി എങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നടന്നാലും പോയാലും ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനെയും ഭാര്യയ്ക്ക് സുബിയുടെ കാര്യത്തിൽ ഒരു പരാതി ഒരു കാലത്തും ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും നാള് നിന്നിട്ട് നമ്മൾ ഫീൽഡിലെ മറ്റേത് ഈ കഥകൾ കേൾക്കാൻ പെട്ടെന്ന് എളുപ്പമാണല്ലോ. നമ്മളില്ലാത്ത കഥകളൊക്കെ പലതും വരെ അങ്ങനെ ഒരു കഥയും കേൾപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു കഥ കേട്ടിട്ടുമില്ല. ഒരാളുടെയും ഭാര്യമാർക്ക് അവരുടെ ഭർത്താവ് സുബിയുടെ കൂടെ ഷോയ്ക്ക് പോകുന്നതിനോ സൗഹൃദം പങ്കുവെക്കുന്നതിനോ ഒന്നിച്ച് പരിപാടി ചെയ്യുന്നതിനോ യാതൊരു പരാതിയില്ല. ഞാനത് ഇപ്പോഴാണ് ഓർത്തത്. എന്റെ കല്യാണത്തിന്റെ ബ്രോക്കറാണ് സുബി. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? നമ്മളിപ്പോ സിനിമയെ കുറിച്ച് പലതവണ പറഞ്ഞതുകൊണ്ട് സുബി ആദ്യമായിട്ട് മിനി സ്ക്രീനിൽ വന്ന പരിപാടി സിനിമാല എന്ന് പറയുന്ന പരിപാടിയാണ്. അതൊരു വേൾഡ് റെക്കോർഡ് പരിപാടിയാണ്. വീക്കിലി ഷോ ഏറ്റവും കൂടുതൽ കാലം നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരുപാട് പേർക്ക് വലിയ നൊസ്റ്റാൾജിയുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിലൂടെയാണ് സുബിയെ നമ്മൾ ആദ്യം ഇത്രയധികം ജനകീയമായിട്ട് അറിഞ്ഞത്. അതിലെ മറ്റൊരു വലിയ പ്രത്യേകത അതിന്റെ സംവിധായക എന്ന് പറയുന്നത് ഒരു സ്ത്രീ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ സുബിക്ക് പറഞ്ഞ ഒരുപാട് ക്വാളിറ്റീസ്, ഒരുപാട് ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രശ്നമില്ലാതെ ആണുങ്ങളെ വലിയ ആൾക്കാരെ ഭരിച്ചിരുന്ന, ആര് വിളിച്ചാൽ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന 10-15 ആൾക്കാരെ 10-20 കൊല്ലം നേർവഴിക്ക് നടത്തിയ ഒരാളാണ്. വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് ഒരാളെ വിളിക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊന്നും മറ്റ് ചാനലുകളിൽ മറ്റ് TV പരിപാടികളിൽ ഈ മുഖം കണ്ടിട്ടില്ല. പക്ഷെ TV എഴുതി കാണിക്കുന്ന പേരുകളിൽ എത്രയോ വർഷങ്ങളോളം എഴുതി കാണിച്ചിട്ടുള്ള പേരുകളിലൊന്നാണ്. സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡയാന സിൽവസ്റ്റർ. ചേച്ചി നമസ്കാരം, സ്വാഗതം. ഞാൻ ഇതുവരെ അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ഡയാന ചേച്ചീനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. ഈ 100ാമത്തെ എപ്പിസോഡ് 1000 അതിന് കേക്ക് കട്ടിയാൽ മാത്രം വരും. കട്ടിയാൽ മാത്രമേ ചേച്ചി വന്നിട്ടുള്ളൂ. മറ്റൊരു കാര്യം കൂടെ, ഇപ്പം സുബിയെ നമ്മൾ ഓർക്കുന്ന അവസരമാണെങ്കിലും സുബിയെ ഞാൻ ആദ്യമായിട്ടൊരു TV പരിപാടി, ഇപ്പൊ ഒരു 3000 എപ്പിസോഡുകൾ എല്ലാ പരിപാടിയും കൂടെ ഏതാണ്ട് TV-യിലായിട്ടുണ്ട്. ആദ്യത്തെ എന്റെ TV പരിപാടിയുടെ പ്രൊഡ്യൂസറാണ് ഡയാന ചേച്ചി. അപ്പം ഡയാന ചേച്ചി ഒരു പരിപാടിയിൽ ഇങ്ങനെ വരിക, ഇരിക്കുക, ഒപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചും അതൊരു അനുഭവമാണ്. അപ്പം വന്നതിൽ നന്ദി ഈ അവസരത്തിൽ പറയുന്നു. യാദൃശ്ചികമായിട്ടാണെങ്കിലും സുബിയാണ് അതിന് കാരണമായത്. സുബിയെ ടിനിച്ചേട്ടൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന് ആദ്യം ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ വലിയ പ്രതിഭയാണെന്നൊരു ബോധ്യം ചേച്ചിക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു. ചേച്ചിക്ക് ഒരു കാലത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും സുബി എന്ന് പറയുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഒരു പരിപാടി മറ്റേ അവതരിപ്പിക്കാൻ അത് സുബിയൊക്കെ ആയിരിക്കും. ചേച്ചി വേറെ ചില പരിപാടികൾ, പാചകരംഗം ചേച്ചിക്ക് ചിലപ്പോൾ ചാനൽ പറയും, അതിൽ നിന്ന് ഒരു പാചക ഷോ തുടങ്ങാൻ, ശരി നമുക്ക് സുബിയെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവസാനം ചാനലിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, വേറെ ആരും അറിയത്തില്ലെന്ന്. അത്രയധികം ഒരു ബന്ധമായിരുന്നു. ചേച്ചി ആദ്യം കണ്ടതൊക്കെ ഓർക്കുന്നില്ലേ? തീർച്ചയായിട്ടും പിഷാരടി നല്ല ഓർമ്മയുണ്ട്. കാരണം 1999 സുബിനാൻ ആദ്യമായിട്ട് കാണുക. അത് കറക്റ്റായിട്ട് ഇയർ ഓർക്കാൻ കാരണം അന്നൊരു പുതിയ ചാനൽ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഓണത്തിനൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യണം. അതൊരു സ്പെഷ്യൽ ഷോ ആയിരുന്നു, സിനിമകളുടെ ഒരു സ്പെഷ്യൽ ഷോ. അപ്പോൾ അതിനൊരു 10-24 ആർട്ടിസ്റ്റ് വേണ്ടി വന്നു. അപ്പോൾ നമ്മളെ അറിയാലോ, സിനിമകൾ ആദ്യം പല സ്റ്റേജസിലാണ്. അപ്പോൾ ചിലപ്പോൾ ഫീമെയിൽ തുടക്കകാലത്ത് മാത്രമേ ഉള്ളൂ, സിംഗിൾ ആങ്കറിങ് മാത്രം. അപ്പോൾ ഈ സമയത്തൊക്കെ 4 മെയിൽ ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. 4 പേരും ടിനി, സാജുക്കൊടിയൻ, മാർട്ടിൻ, തോപ്പിക്കുടി, ഇവര്. അപ്പൊ ഈ ഷോന് എന്തായാലും ഒരു ഫീമെയിലിനെ കുറിച്ച് അപ്പനെ ആലോചിച്ചിട്ടില്ല. കാരണം ഈ ഫീമെയിൽസ് വരുമ്പോ കുറെ പ്രശ്നം, ഇത് അറിയാലോ, ഇത് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഷോ ആണ് സിനിമാല. അടുത്ത ഇഷ്യൂ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നേരത്തെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ ലൊക്കേഷൻ ഒന്നും അറിയാൻ പറ്റില്ല. അതുമല്ല അതിൽ അപ്പൊ ടിനിനോട് ഞാൻ ചോദിച്ചു, ഒരു ഫീമെയിൽ ഇതിൽ എന്തായാലും വേണം. അപ്പൊ എന്തായാലും ഞാൻ ടിനിനോട് ചോദിച്ചു, ഇങ്ങനെ ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ്. അത് ഡാൻസിനായിരുന്നു കേട്ടോ, ആക്ട് ചെയ്യാനല്ല. അപ്പം അന്ന് ഒരു സീമ ജയൻ ആയിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു അന്ന്. അപ്പോൾ ടിനി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് സെൻറ്റ് റിസോഴ്സിൽ പഠിക്കുന്നത്, ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി. അങ്ങനെ ടിനിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഡാൻസ് ഗംഭീരമായിട്ട് ചെയ്തത്, അതൊരു ഷീസ് എ ഡാൻസ്. അപ്പോൾ അതിലൊരു തർക്കമില്ല. പക്ഷെ പുള്ളിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കെന്തോ പുള്ളിയിലൊരു ഹ്യൂമർ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുമല്ല, ഞാൻ ഈ ടാലൻറ്റിനേലും കൂടുതൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണ ഒരാളുടെ ബിഹേവിയറാണ്. പ്രത്യേകിച്ച് ഇത് ഞാൻ മാത്രമേ സിനിമയിലെ ഒരു പെണ്ണുള്ളൂ. മറ്റുള്ളവരായിട്ട് ഹൗ ഷീ ഗെറ്റ്സ് അലോങ് വിത്ത് ദി അതർ ആർട്ടിസ്റ്റ്, അതിനൊരു കഴിവ് വേണം. ഈ ഒരു സ്ത്രീ വരുമ്പോൾ അറിയാലോ, ഒരു വളവും സുബിയുടെ അടുത്ത് നടക്കൂല, എന്നാലും
അതെങ്ങനെ ബിഹേവ് ചെയ്യണം ഞാൻ ശ്രദ്ധിച്ച്. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ സുബിനോട് സുബിക്ക് ഒരു ഹ്യൂമർ ചെയ്യാൻ പാടില്ല, അപ്പൊ സുബി എന്തെങ്കിലും ചെയ്യാൻ പാടില്ല, അപ്പൊ ചേച്ചി എന്ന് കളിയാക്കണേനെ. അപ്പൊ അവരില്ല ഞാൻ പറയണത് ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി അത് വിശ്വസിച്ചില്ല. അപ്പൊ ഞാൻ എനിക്കൊരു കൺഫർമേഷന് വേണ്ടി തന്നെ ഞാൻ കുറച്ച് മാറി നിന്ന്, ഒരു ഒഫീഷ്യൽ ഇത് ഓഡിഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് ഒരു സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴും പുള്ളിക്ക് എനിക്ക് ഉറപ്പായിരുന്നു, എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല, പുള്ളി ഒരു ഭയങ്കര കാലിബറുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അടുത്ത എപ്പിസോഡ് തുടങ്ങി സുബി നമ്മുടെ ക്യാരക്ടറാണ്. പിന്നെ എന്താണ് 4 പേര് 5 പേരായി, അങ്ങനെ ഒരു ഫീമെയിൽ ക്യാരക്ടർ. എപ്പോഴും സുബിക്കൊരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഒന്ന് ബിഹേവിയർ. ഇപ്പൊ നിങ്ങളെല്ലാവരും പറഞ്ഞു എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണത്. ഹലോ വരുമ്പോ മാട്ടു സാജു ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഒരു ഫീലാണത്. അത് നമുക്കൊരു ഫാമിലി ഫീൽ. എല്ലാവരും ഒരു ഫാമിലി ഫീൽ. ഞാനൊരു ജോളി ഇതിലൊന്നും ആയിരിക്കുമല്ലോ അവിടെ നിൽക്കണം. കാരണം ഞാൻ ഈ ഷൂട്ടിന്റെ ടെൻഷൻ ഒരു ദിവസം കൊണ്ട് ലൈറ്റ് പോകുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. റോട്ടിലാ കാട്ടിലാ ഇവിടെ ഒരു കള്ള് ഷാപ്പിൽ എവിടെയാണെങ്കിലും എങ്ങനെ അത് ഒരാൾ കമന്റ് ചെയ്ത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാം. എനിക്കതാണ് ആസ് എ ഡയറക്ടർ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. ഒരിക്കലും ഇത്ര എപ്പിസോഡ്സ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാക്കി തന്നിട്ടില്ല. പല സന്ദർഭങ്ങളിലും ഈ സുബി നമ്മുടെ സിനിമയിലേക്ക് ചെയ്യുന്ന സമയത്ത് ഡേന ചേച്ചിയുടെ ഒരു ചാര ആയിരുന്നു എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അല്ല അത് സംശയമല്ല, സത്യമാണ്. കാരണം നമ്മൾ ഷൂട്ടിനൊക്കെ പോകുമ്പോ നമ്മൾ 8-10 ആണുങ്ങളുണ്ടല്ലോ, നമ്മൾ ആ ഷൂട്ടിന്റെ ഇടയിൽ ചില പരിപാടികൾ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട്, ഇപ്പം ഒരിക്കൽ ഞങ്ങള് ഈ ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയപ്പോ ഷാപ്പ് മേറ്റ്സ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ചെയ്തു. ഒരു ഷാപ്പിലെ പഴയ 15 വർഷം മുമ്പുള്ള കുടിയന്മാരെല്ലാം ആ ഷാപ്പിൽ വീണ്ടും ഒത്തുകൂടുന്നു എന്നൊക്കെ ഉള്ളത്, അങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ വിഷയം. അപ്പൊ ഷാപ്പിൽ ഇതിന്റെ ഷൂട്ടിംഗ് ഒറിജിനൽ ഒരു ഷാപ്പ് ഉച്ചവരെ റെന്റിന് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാണ്. എല്ലാവർക്കും കുടിക്കാൻ എന്തോ പാലും വെള്ളം എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ചേച്ചിക്ക് ഇത് മനസ്സിലാവുന്നില്ല, ഞങ്ങള് മറ്റേ ഷാപ്പിലെ ആളെ ചാക്കിട്ടിട്ട് മറ്റേത് ഇറക്കിയിട്ടുണ്ട്. 2 ഷോട്ട് കഴിഞ്ഞപ്പം ചേച്ചി വന്നിട്ട് ഉടനെ തന്നെ ഇതെന്താണ് ആരാണ് കുടിക്കണമെന്ന് വെച്ചിട്ട് ഇതൊക്കെ എടുത്ത് കളഞ്ഞേ. അപ്പോ സുബി ചാരപ്രവൃത്തി നടത്തുന്നത് അല്ലാതൊരു വഴി ഇതിനില്ല. ഈ ചാരപ്രവൃത്തി എന്ന് പറഞ്ഞ പോലെ തന്നെ സുബിയുടെ മറ്റൊരു ഗുണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ ഈ ഷോയ്ക്കൊക്കെ പോകുമ്പം പല സ്വഭാവക്കാരാണല്ലോ ഉള്ളത്. അപ്പോൾ ഒരു 2-3 സ്റ്റേജൊക്കെ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളൊക്കെ പോയ ഷോയിൽ എനിക്ക് തോന്നുന്നത് എല്ലാ പ്രശ്നങ്ങളും തീർത്തുകൊണ്ടിരുന്നത് സുബിയാണ്. ആരെന്തുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം മണിച്ചേരനൊക്കെ ആയിട്ട് പോയ ഷോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവളാണ് വരുന്നത്. എന്താണ് ചേട്ടാ മണിച്ചേട്ടൻ ഭയങ്കര വിഷമിച്ചിരിപ്പുണ്ടല്ലോ, എന്താ സംഭവം എന്താണ്? അപ്പോൾ നമ്മൾ പറയില്ല പുള്ളി ഇങ്ങനെ ധർമ്മജൻ ഇങ്ങനെ സംഭവം പറഞ്ഞു, അപ്പോൾ മണിച്ചേട്ടൻ അത് ഇഷ്ടമില്ല, നിങ്ങൾ അങ്ങനെ ഇരിക്കലെങ്കിൽ വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് പോയിട്ട് മണിച്ചേട്ടൻ റൂമിൽ കൊണ്ടില്ല. ഈ കോംപ്രമൈസ് ചെയ്യിക്കുന്നതൊക്കെ സുബിയുടെ ഒരു വലിയ ഡ്യൂട്ടിയായിരുന്നു, നമ്മുടെ ഒരു ക്വാളിറ്റിയാണ്. കാര്യം ആരെങ്കിലുമൊക്കെ പിണങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ, കാര്യം എനിക്ക് തോന്നുന്നു അവർക്കറിയായിരിക്കും അത് ഷോയെ ബാധിക്കും, മൊത്തത്തിൽ നമ്മുടെ മൊത്തത്തിലുള്ളൊരു എനർജി ഡൗൺ ആകുമ്പം അത് കോംപ്രമൈസ് ചെയ്തെല്ലാം ഒന്ന് ടാലി നിർത്തുന്ന കാര്യത്തിന് മിടുകയായിരുന്നു സുബി. ഇപ്പൊ ഷോ ഒക്കെ തുടങ്ങുമ്പോൾ നമുക്കൊരു കൃത്യതയുണ്ടല്ലോ, ലിസ്റ്റ് എഴുതി ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്ന ആളും കൂടെ. ഓഫീസ് വർക്ക് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം, പിന്നെ അവർക്കുള്ള ഡ്രസ്സിംഗ് റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് വാശി പിടിച്ച് ഒട്ടിക്കുക മാത്രമല്ല ആ ഷോ കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് പറിച്ചെടുത്ത് നമ്മളെ കൊണ്ട് അല്ലേ ഈ പ്രോഗ്രാമിനോട് ഒരു പാഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പാഷൻ ഡെഡിക്കേഷനൊക്കെ അപ്പുറമാണ്, അതായത് ഒരു ഡിവോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് പ്രോഗ്രാമിനോട് എല്ലാം പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഞാൻ ഈ ഡ്രാമ ചെയ്യാൻ ഈ UK പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം, സിനിമ എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് പറയണത്. അവിടെ വലിയൊരു പടമാണ് ചെയ്യാൻ, ലാലേട്ടന്റെ പടം, രഞ്ജിയേട്ടന്റെ, ഭയങ്കര ഭാഗ്യമാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിഷ്ടം സ്റ്റേജ് ഷോസും TV ഷോസുമാണ്. അതെന്തുകൊണ്ടാണെന്നറിയില്ല, സിനിമ എനിക്ക് ആ ഒരു ഇത് എനിക്ക് കംഫർട്ടബിൾ അല്ല. ഒരു ഷോട്ട് കഴിഞ്ഞ് കുറച്ച് സമയം പതുക്കെ പറയുന്ന ഒരു എനർജി, അങ്ങനത്തെ ഒരു കംഫർട്ട് പുള്ളിക്കാരത്തേക്ക് പറ്റത്തില്ല. ചിലർക്ക് വേറെ ഉള്ള ഇപ്പൊ വഴക്ക് തീർക്കുന്ന പോലെ വേറെ ഉള്ള ആളുകളെ പറ്റി ആലോചിക്കുക, വേറെ ഉള്ള ആളുകളുടെ പ്രശ്നം പരിഹരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറം ഞാൻ ഒരു തവണ പറഞ്ഞു, അവനവന്റെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് സുബി എപ്പോഴെങ്കിലും ചിന്തിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് പല സന്ദർഭത്തിലും അങ്ങനെയാണ്. ഒരുപാട് വേദികളിൽ എന്നോടൊപ്പം സുബിയോടൊപ്പം എല്ലാം സന്തത സഹചാരിയായിട്ടുള്ള ധർമ്മജൻ ഇപ്പം സുബിയെ ഓർക്കും. പക്ഷെ എനിക്ക് മാത്രമല്ല, ഞാനും പിഷാരടിയൊക്കെ കൂടി 19-20 വർഷക്കാലം ഒരുമിച്ച് കൂടെ, അതിവിടെ ആയാലും പുറത്തായാലും രാജ്യത്ത് എവിടെ ആയാലും ഒക്കെ ഞങ്ങളുടെ കൂടെ ആൺകുട്ടിയുടെ പോലെ വന്ന ഒരു പെൺകുട്ടിയാണ്. ഞങ്ങളുള്ള പെൺകുട്ടിയായിട്ട് കണ്ടിട്ടില്ല, അതേപോലെയായിരുന്നു ഞങ്ങളോടുള്ളൊരു വരവൊക്കെ. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു സുബി ആദ്യമായിട്ട് സിനിമാല എന്ന പ്രോഗ്രാമിൽ വരുമ്പോൾ
ഞാനും ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ആദ്യത്തെ ദിവസം ഒരുമിച്ചാണ് സിനിമ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഞാൻ പിന്നെ അന്ന് അഭിനയിച്ച് കഴിഞ്ഞിട്ട് പോകുന്നു. സുബി ഭയങ്കര ഹിറ്റായി. പിന്നെ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് സിനിമയിലൊക്കെ പങ്കെടുക്കുന്നത്. ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. സുബി മരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് സുബി പങ്കെടുക്കേണ്ട പ്രോഗ്രാമിന് ഞാൻ പോയി. സുബിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയി ഞാൻ സുബി പങ്കെടുക്കേണ്ട പ്രോഗ്രാമിന് നിൽക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചതായിട്ട്. തലേ ദിവസവും പിറ്റേ ദിവസമായിട്ടാണ് 2 വിയോഗങ്ങൾ. അത് മാനസികമായിട്ട് വളരെ തളർത്തിക്കളയുന്ന 2 വിയോഗങ്ങളാണ്. ഇപ്പോഴും സുബിയുടെ വീട്ടുകാരായിട്ട് നമ്മൾ വിളിക്കാറും പറയാറൊക്കെ ഉണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിലാണ് അവൾ വീട് വെച്ചിരിക്കുന്നത്. പ്രോഗ്രാമിന് പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവൾ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ തെക്കോട്ടാണെങ്കിൽ അങ്ങോട്ട് പോവും, വടക്കോട്ടാണെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് സുബിയുടെ വീട്ടിൽ ചെല്ലും. അവിടെ നിന്ന് നമ്മൾ വടക്കോട്ട് യാത്ര ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഓർമ്മകൾ സുബിയുടെ കാര്യത്തിൽ പറയാനുണ്ട്. അസാധ്യ കലാകാരിയായിരുന്നു. നന്നായിട്ട് ഡാൻസ് ചെയ്യും, കോമഡി ചെയ്യും. കുറേ കാലം ഒരുമിച്ചുണ്ടായിരുന്നു. എത്ര വർഷമായിരുന്നു സിനിമാലയിൽ സുബി ഉണ്ടായിരുന്നത്? എനിക്ക് തോന്നുന്നു 1999 തുടങ്ങി, അതെനിക്കറിയാം. പിന്നെ ഒരു കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു ഒരു 15 years എങ്കിലും ഉണ്ടായിരുന്നു. 99 സുബി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്തുന്നവരെയും സുബി ഉണ്ട്. ഇടക്ക് ചിലപ്പോ പുറത്തൊക്കെ പോകുമ്പോ ഉണ്ടാകാറില്ല. അല്ല, എപ്പിസോഡിന്റെ എണ്ണമല്ലേ സിനിമയുടെ ഭാഗമായിരുന്നു. 1000 episodes വരെ 20 years ഇതിലപ്പോ അന്ന് തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഓപ്ഷൻ സുബി, അത് കഴിഞ്ഞിട്ട് വേറെ ആളുള്ളു ഫീമെയിൽ. ആ ലെവലില് അത്രയും എപ്പിസോഡുകൾ TV ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മളിൽ പലരൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാല്ലെങ്കിലും ഈ ഞാൻ നേരത്തെ സിനിമ കംഫർട്ട് അല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ സുബിക്ക് ഈ പരിപാടി വിട്ട് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പലപ്പോഴും ഡയാന ചേച്ചിയുടെ അനുവാദം മേടിക്കലുണ്ടായിരുന്നു. ഡയാന ചേച്ചിയെ വിളിച്ച് ചോദിച്ചിട്ടേ വേറെ പരിപാടികൾക്ക് പോവുള്ളായിരുന്നു. പിന്നെ ചില നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇപ്പൊ ടിനിച്ചേട്ടനോട് പറയുന്ന പോലെ സുബിക്ക് ഒരു സിനിമ കിട്ടിയാൽ, സുബിക്ക് ഒരു ഗൾഫ് പരിപാടി കിട്ടിയാലൊക്കെ ഡയാന ചേച്ചിനെ ഒന്ന് വിളിച്ചു പറയും, ചേച്ചി ഞാൻ പോകുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് ചാനലിന്റെ ഇത്രയും ഇത് തികഞ്ഞപ്പോ എന്റെ വീട്ടിൽ വന്നാ കേക്ക് മുറിച്ചത്. അവിടെ വന്ന് എന്നെ രാജാവ് എന്ന് വിളിക്കുന്നത്. രാജാവിന്റെ വീട്ടിൽ വന്ന് മുറിക്കണമെന്നാണ് ആഗ്രഹം. സന്തോഷമാണ്. യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങി. കൊറോണ ടൈമിലാണ് തുടങ്ങിയത്. അത് കട്ട് ചെയ്ത് അങ്ങനെയുള്ള സന്തോഷം മാത്രമേ അറിയിക്കുള്ളൂ. വിഷമങ്ങളൊന്നും പറയില്ല. ടിന്നിനോട് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. അതുമല്ല, ഈ ടിനി പറഞ്ഞ പോലെ ഒരിക്കലും ഒരു സെറ്റ് ബാക്സ് പറയുമെങ്കിലും അതും ചിരിച്ചിട്ടേ പറയാറുള്ളു. പിന്നെ മമ്മിയാണ് പുള്ളിയുടെ എല്ലാം. ഒരു വാക്ക് പറഞ്ഞാൽ അടുത്ത സെന്റൻസ് മമ്മീനെ കുറിച്ച്. സെൽഫ്ലെസ് ആണ് പുള്ളി. സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും ജീവിച്ചിട്ടില്ല പുള്ളി. മമ്മി അനിയനും നമ്മള് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാലും ഇവര് ഈ അനിയന് ഷൂ മേടിക്കുക, അനിയന് സാധനം മേടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർച്ചേസിന് പോക്കുണ്ട് പുള്ളിക്കാരത്തേക്ക്. എല്ലാ അനിയന്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള പരിപാടി. പിന്നെ ഇടയ്ക്ക് ചില ബിസിനസ് മോഹങ്ങൾ വരും. ബിസിനസ് പലതും ചെയ്യാന്നൊക്കെ. ഇടക്കാലത്ത് ഞാൻ നോക്കുമ്പോ സുബിക്ക് ലോഡ് കുത്തുന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോ സുബി 2 ലോറി മേടിച്ചിട്ട് ഓടാൻ വിട്ടേക്കാണ്. ടിപ്പർ. നമ്മള് ഒരു പെങ്കൊച്ച് ഇപ്പൊ സാധാരണ രീതിയിൽ ഇവിടെ ഏതെങ്കിലും പെങ്കൊച്ചങ്ങള് ബിസിനസ് തുടങ്ങിയാൽ ചുരിദാറ് കട, ഈ ഇപ്പം പലരും നഖം ഒട്ടിക്കുന്ന കട, അതൊക്കെയാണല്ലോ ഒരു പെൺകുട്ടി പെട്ടെന്ന് ബിസിനസ്. സുബി 2 ടിപ്പർ മേടിച്ച് വാടകയ്ക്ക് കൊടുത്തേക്കുന്നുണ്ട്. തമാശല്ല, നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു? ടിപ്പർ മേടിച്ചിട്ട് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില ചെറിയ സ്ഥലക്കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ സ്ഥലക്കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്. ഞാനിപ്പോ ഈ പരിപാടി ഞാനും അമൃതയും കൂടെയാണല്ലോ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു തുടക്കകാലത്ത് കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം എന്നോട് പറഞ്ഞു, പ്രൊഡക്ഷൻ കമ്പനിയിൽ പാർട്ട്നേഴ്സിനെ എടുക്കുന്നുണ്ടെങ്കിൽ പറയണം, ഞാൻ റെഡിയാണ്. കൂട്ടത്തിൽ ഈ കമ്പനിയിൽ പാർട്ട്ണർ ആവണം എന്നും പറഞ്ഞ് വലിയ ആഗ്രഹം പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു സുബി. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. അതുപോലെ ഈ പറഞ്ഞ കൂട്ടത്തിൽ പറയാം, അത് ഈ സുബിയെ കൊണ്ടെന്ന് പറഞ്ഞാൽ എന്റെയും ആദ്യത്തെ ടെലിവിഷൻ പരിപാടി ചെയ്ത ഒരാളാണ്. എനിക്കപ്പോ അതിനകത്ത് ഡയാന ചേച്ചി വീണ്ടും തിരിച്ചൊരു പരിപാടി ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയത് ഒരു അനുഭവമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ടിനിച്ചേട്ടന്റെ ഇതിന് ഡാൻസ് കളിക്കാനാണ് വന്നല്ലേ പറഞ്ഞത്. അപ്പം ഡാൻസ് ആയിരുന്നു ടിനിച്ചേട്ടൻ ആദ്യം കണ്ടോണ്ടിരുന്നത്, കണ്ടത് അറിഞ്ഞതും? ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ദുബായിൽ വെച്ചിട്ട് ഞങ്ങള് ഒരു പ്രോഗ്രാമിന് സെന്ററിൽ ഞങ്ങൾ 2 പേരും എന്നെ പഠിപ്പിച്ച് കളിച്ച്
അതിനുശേഷം സുബിയുടെ കാലൊടിഞ്ഞ്. അതുകൊണ്ടല്ല, വേറെ പുറത്ത് നടക്കാൻ പോയപ്പോഴാണ് ഒടിഞ്ഞത്. പക്ഷെ അത് ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ്. അത് ഒരു പാട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് KS പ്രസാദിന്റെ ഷോയില്. അവളാണോ ഓടിച്ചത് അതോ? അല്ല, പ്രസാദേട്ടന്റെ ഷോയിലാണ്. എല്ലാവരും എല്ലാം ചെയ്യിപ്പിക്കുമല്ലോ. എല്ലാരും എല്ലാം ചെയ്യേണ്ടി വരും. അങ്ങനെ പലതും ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരാൾക്ക് ഇന്ന ജോലി എന്നൊന്നും പറയാൻ പറ്റില്ല. ഷെർവാണിയൊക്കെ ഇട്ട് നിന്ന് നല്ല പാട്ട് പാടിയിട്ട് പോയിട്ട് അടുത്ത സെക്കൻഡ് സ്കിറ്റിൽ പല്ലിലൊക്കെ കരി വെച്ചിട്ട് വലിയ പാട്ടുകാർ വന്നു കാണാം. ആ പാട്ടിന്റെ ട്യൂണിങ് എന്നുള്ളൊരു പാട്ടുണ്ട്, മെഹബൂബ് അതെ, അതിന്റെ ബിറ്റല്ലേ ഇപ്പൊ പറഞ്ഞത്. ആ പാട്ടിൽ നിങ്ങളും സുബിയും കൂടെ ഡാൻസ് കളിച്ചോ? ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡുകളാണ്, ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ ചെയ്യുക. അപ്പൊ സുബി അതിന്റെ ഫുള്ള് ചെയ്തോളൂ. സുബിക്ക് ദേഷ്യം വന്നാലും ചെറിയ ആൺ സ്വഭാവം ഉണ്ട്. ഈ പെണ്ണുങ്ങൾ ദേഷ്യപ്പെടുന്ന പോലെ അല്ല സുബി ദേഷ്യപ്പെടുന്നത്. ഞാനൊരു പരിപാടിക്ക് പോയപ്പോ എന്നെ പരിപാടിക്ക് വിളിച്ചവൻ കുറച്ച് മുമ്പാട്ടോ, ഇപ്പൊ ഒന്നും അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ ഈ വിളിച്ചവന്റെ പ്രധാന ഉദ്ദേശം അവന് സ്കിറ്റ് കളിക്കുക എന്നുള്ളതാണ്. അവൻ ഈ ഷോയിൽ ഒരു സ്കിറ്റ് കളിക്കണം. അവൻ ഒരു മിമിക്രി ഒക്കെ വിട്ടുപോയിരുത്തന്നെ. അപ്പൊ അവന് അതിനു വേണ്ടി എന്നെ വിളിച്ചേ. അപ്പൊ ഞാനും സുബിയും പോയി. ധർമ്മജന്റെ വേഷം ഞാൻ അവനും കൊടുത്തു. ധർമ്മനെ ആ ട്രിപ്പിന് കൊണ്ടുപോയില്ല, കാരണം 3 പേർക്ക് പോകാൻ പറ്റിയില്ല, അവന്റെ വേഷം ഇല്ലല്ലോ. അപ്പൊ ധർമ്മജന്റെ ശബ്ദത്തിൽ ഇവൻ റെക്കോർഡ് ചെയ്ത സ്കിറ്റ് വായനക്കാരി ഇവൻ കളിക്കണം. അപ്പൊ ഒരു നന്ദനം സിനിമയുടെ സ്പൂഫാണ് ഞങ്ങൾ കളിക്കുന്നത്. സുബി ബാലാമണിയായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ സുബി കുറെ കഴിഞ്ഞ് കരഞ്ഞിരിക്കുമ്പം സ്റ്റേജ് മുഴുവൻ പുകയടിച്ചിട്ട് ജഗന്ന് ജഗന്ന് താ എന്നൊക്കെ പറഞ്ഞൊരു കൃഷ്ണൻ വന്നിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ, ധർമ്മജനായിരുന്നു കൃഷ്ണൻ, സ്കിറ്റിൽ മയിൽപ്പീലിയൊക്കെ കുത്തി വരും. പുറകിൽ നിന്ന് ഇങ്ങനെ കണ്ണ് പൊത്തി പിടിക്കും. ആരാണെന്ന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ആദ്യത്തെ പേര് ഉ, അവസാനത്തെ ആദ്യത്തെ അക്ഷരം ഉ, അവസാനത്തെ അക്ഷരം ഇൻ. അപ്പൊ സുബി ഉലഹന്നാൻ അല്ല ഉണ്ണികൃഷ്ണൻ എന്നും പറഞ്ഞിട്ട് കൈവിടണം. ഇതാണ് ഡയലോഗ്. അപ്പൊ റിഹേഴ്സലൊക്കെ ചെയ്തു, ഓക്കെ ആയി. അപ്പൊ സ്റ്റേജിൽ വെച്ചിട്ട് ഈ ഷോ കഴിഞ്ഞ് ഈ സ്കിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ എന്റെ കൂട്ടുകാരൻ മിണ്ടുന്നില്ല. അവൻ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, സ്കിറ്റ് കളിച്ചിട്ടുമുണ്ട്. പിന്നെ മിണ്ടുന്നില്ല. ഇവൻ വളരെ അന്തർമുഖനായിട്ടിരിക്കുന്നു. സുബി അതിലെ വരുന്നുണ്ടോ, ഇവൻ ഇതിലേ പോവും. ഇവൻ ഞങ്ങൾക്ക് വെള്ളമൊക്കെ മേടിച്ചു തരേണ്ടവനാ. എനിക്ക് കൊണ്ട് നിന്നിട്ട് വെള്ളം അവിടെ കൂടെ കൊടുത്തു കേട്ടോ. ഇവൻ സുബിയിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് സ്റ്റേജിൽ സുബി കരഞ്ഞിരുന്നു. കൃഷ്ണൻ വന്ന് കണ്ണു പൊത്തണമല്ലോ. ഇവന് കണ്ണട ഉണ്ടായിരുന്നു. ഇവൻ സ്കിറ്റ് തുടങ്ങിയപ്പോ ഇവന്റെ കണ്ണട ഊരി കൂട്ടുകാരന് കൊടുത്തു. അപ്പൊ തന്നെ ഇവന്റെ ഫോക്കസ് പോയി. ഇതിന്റെ കൂട്ടത്തിൽ സ്റ്റേജിൽ മുഴുവൻ സ്മോക്ക് ഇട്ടു. അപ്പൊ ഇവന് സ്റ്റേജിട്ട് കയറിയപ്പോ സുബി എവിടെ ഇരിക്കണെന്ന് കാണാൻ വയ്യ. ഇവൻ ഇരുട്ടത്ത് തപ്പിച്ചെന്ന് ഈ സുബിയുടെ കണ്ണ് പൊത്തിയല്ലോ. ബലം കൂടിപ്പോയിട്ട് സുബി കണ്ണിൽ വെച്ച കോണ്ടാക്ട് ലെൻസ് മടങ്ങി കണ്ണിനകത്ത് കയറിയിട്ട് സുബിക്ക് കൊളപ്പുള്ളിയപ്പനെ പോലെ ആയിപ്പോയി. സുബിക്ക് സംഗതി മനസ്സിലായി. പക്ഷെ കണ്ണ് നീറിയിട്ട് സുബി സ്റ്റേജിൽ വെച്ച് അതങ്ങ് കുടഞ്ഞു കളഞ്ഞു. പിന്നെ ഉണ്ണേട്ടം വന്നോ, ഞാൻ ഇങ്ങനെയൊക്കെ ഡയലോഗുകള്. ഈ ലിപ്പ് കറക്റ്റ് ആണ്, പക്ഷെ സുബി ഇവനെ ചീത്ത വിളിക്കുക. അടുത്ത 10 മിനിറ്റ് ഈ സ്കിറ്റിൽ സുബി ഉണ്ണേട്ടം നീയൊക്കെ എവിടെ നോക്കിയാടാ ഇങ്ങനെ ചെയ്തത്, നിനക്ക് കണ്ണ് കണ്ടുപിടാടാ ചെറുക്കൻ, നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് സുബി ഇവനെ അടുത്ത 10 മിനിറ്റ് ആൾക്കാർ നോക്കുമ്പോ സ്കിറ്റ് നടക്കുന്നുണ്ട്, ഡയലോഗും പറഞ്ഞു, പക്ഷെ ലിപ്പ് ഔട്ട് വേറെയും ലിപ്പ് ഇവിടെ സ്റ്റേജിൽ. ഈ ചീത്ത കേട്ടിട്ടാണ് ഇവൻ മിണ്ടാതെ നടക്കുന്നത്. 1-2 ചീത്ത അവനെ വിളിച്ചോന്ന് എനിക്ക് നല്ല സംശയമാണ്. സുബി വിളിച്ചു കാണാനുള്ള സ്വഭാവം ഉണ്ടാവും. അങ്ങനെയാണ് ആ സ്പോൺസർ ഇല്ലാത്ത. ഞാനിത് ഇവരോട് ധർമ്മനോട് പറയുമ്പോ ധർമ്മൻ എന്റെ ഒരാക്കാന്ന് പറഞ്ഞു ഇത് സംഭവിച്ചതിനുള്ളത്. ഇനി ഇത്തരം പരിപാടികളിൽ നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സദസ്സുകളിലെ ഒരു വലിയ സാന്നിധ്യം, മികവറ്റ കലാകാരൻ, ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഹരിശ്രീ യൂസഫ് ക സുബി ഓർക്കുന്നു. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഞാൻ ചെയ്ത ഷോയിൽ ഒരു 95% ഷോയിലും സുബി കൂടെ ഉണ്ടാവും. ഒത്തിരി മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങൾ സുബിയുമായിട്ട് പ്രോഗ്രാമിന് പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. മിമിക്രി ഫീൽഡിൽ ലേഡി സൂപ്പർ സ്റ്റാറായിട്ട് എൻ്റെ മനസ്സിൽ സത്യത്തിൽ ഒരാളെ മാത്രമേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അത് സുബിയാണ്. കാരണം സുബി എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പോകുമ്പോൾ വേറെ ഏത് ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയാലും ശരിയാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ അച്ഛനുണ്ടാകും, അമ്മയുണ്ടാകും. ഇതങ്ങനെയല്ല. നമ്മളൊരു ചെറിയ പ്രോഗ്രാമോ പിടിക്കുകയാണെങ്കിൽ സുബി അങ്ങ് വരുക. അത് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അവളങ്ങനെ, ഞാനൊരു പെണ്ണാണല്ലോ, ഇവരൊക്കെ ആണുങ്ങളാണല്ലോ, അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ഒരു ആർട്ടിസ്റ്റ്. എല്ലാ സഹപ്രവർത്തകർ, എല്ലാ സഹോദരങ്ങൾ, ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ഞങ്ങൾ പോകാത്ത രാജ്യങ്ങളില്ല. നമ്മളിന്ന് എല്ലാവരും വിട്ടുപിരിഞ്ഞു പോയ ആ ലേഡി സൂപ്പർ സ്റ്റാർ, മിമിക്രിയുടെ അഭിമാനമായിരുന്ന, ഞങ്ങളുടെ എല്ലാം അഭിമാനമായിരുന്ന സുബി സുരേഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമസ്കാരം. നമ്മളിപ്പം പലപ്പോഴും ഈ സുബി
വലിയ പുരുഷ സൗഹൃദമായിരുന്നു, ആ കൂട്ടത്തിലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ബാക്കിയുള്ള പെണ്ണാർട്ടിസ്റ്റുകൾക്ക് സ്വീകാര്യമായ ഒരു പെണ്ണാർട്ടിസ്റ്റ് ആയിരുന്നു സുബി. അധികം പരാതി അങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ആകെ വളരെ വിരലെണ്ണാവുന്ന പെണ്ണാർട്ടിസ്റ്റുകളാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചാൽ ഒരാള് എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചേക്കും. പക്ഷെ സുബിയെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും നമ്മളോട് ഒരു പരാതി പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുമല്ല, ഈ ചില നർമ്മത്തിന്റെ ഒരു കാര്യം പറയുമ്പം ഈ സിനിമയില് ചെയ്യുമ്പോ തന്നെ ഒരിക്കൽ ഒരു പൈപ്പിൻ ചോട്ടിലെ വഴക്ക് വൈപ്പിനില് ഷൂട്ട് ചെയ്താണ്. വൈപ്പിനില് നമ്മൾ ഷൂട്ട് ചെയ്തൊരു പൈപ്പിൻ ചോട്ടിലെ വഴക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സുബി മുടിയൊക്കെ കളർ ചെയ്ത് ജീൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഷർട്ടും പാന്റും ഹീലൊക്കെ ഇട്ടിട്ട്, അന്ന് സുബിക്ക് ഒരു ലാൻസർ ഉണ്ട്, മിത്സുബിഷി ലാൻസർ വണ്ടിയിൽ വന്ന് ഇറങ്ങി. അപ്പൊ അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ട്, അവിടുത്തെ പ്രാദേശിക ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ സുബി ചെന്നിട്ട് ഒരു ലുങ്കിയും ബ്ലൗസും ഒക്കെ ഇട്ട് തലയിലൊക്കെ കെട്ടിട്ട് എന്തോ പൈപ്പിൽ കുടം വെച്ചിട്ട് ലൈൻ തെറ്റിയതിന്റെ ഒരു വഴക്കെടുക്കണം. അപ്പം ഒരു ആർട്ടിസ്റ്റ് കണ്ടുണ്ട്, ബാക്കി 3 പേരും അവിടുത്തെ ചേച്ചിമാരാണ്. അപ്പൊ ദയാന ചേച്ചി എന്നിട്ട് പറഞ്ഞു, ആ ചേച്ചിമാരോട് പറഞ്ഞു, നിങ്ങൾ വഴക്കുണ്ടാക്കണ സീനാണ് കേട്ടോ, അപ്പൊ അതിന് സ്ക്രിപ്റ്റ് ഇല്ല, വഴക്കല്ലേ, ഇതിന് സ്ക്രിപ്റ്റ് വേണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് ഇവിടെ കുടം വെച്ച ചേച്ചി, ഒറിജിനലായിട്ട് ഇവിടെ വഴക്കുണ്ടാവാറില്ലേ എന്ന് വെച്ചാൽ ആ ചേച്ചി പിന്നെ ഇവിടെ വഴക്കിട്ടാലേ വെള്ളം കിട്ടുള്ളൂ, ഞങ്ങളൊക്കെ വഴക്കിട്ടിട്ടല്ലേ വെള്ളം കിട്ടുന്നത്, അതുപോലെ കിട്ടാ മതിയോ? അവര് പറഞ്ഞ അത് മതി, അത് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സുബി ഒരു ബ്ലൗസ് കിട്ടുവന്നിട്ട് ഇങ്ങനെ ആണോ, ആ ചേച്ചി എന്താ എന്റെ ഒന്നുമില്ല സുബി വെള്ളം വെക്കുമ്പോ ഇവര് വഴക്കുണ്ടാക്കും, തിരിച്ചുണ്ടാക്കിയാൽ മതി ശരിയെന്ന് പറഞ്ഞിട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സുബി ഒരു വഴക്ക് തുടങ്ങിയിട്ട് അവിടെ നിത്യം വഴക്കുണ്ടാക്കുന്ന ചേച്ചിമാരുടെ ഒക്കെ കണ്ണീന്ന് പാറിയിട്ട് ഇത് കട്ടും ഞങ്ങള് ചേച്ചിമാരൊക്കെ എടി നീ എന്താ വരുന്നതിന് മുമ്പ് സുബി ആ കുടമൊക്കെ എടുത്ത് ആ പൈപ്പിനിട്ട് അടിച്ച് അവിടെ കിടന്ന് വിരകി കട്ട് പറഞ്ഞപ്പോഴീ ചേച്ചിമാരെല്ലാം കൂടെ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, എന്ത് പെണ്ണാണ് എന്തൊക്കെ പറഞ്ഞത്, ഇത്രയൊന്നും ഞങ്ങൾ വഴക്കുണ്ടാക്കൂലെന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ കൂടെ സുബീനെ വട്ടത്. കാരണം ഇവര് മറ്റേ സ്റ്റൈലും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ, അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സുബിയുടെ ഏറ്റവും നല്ല പെർഫോമൻസുകൾ പലതുണ്ടെങ്കിലും ഏറ്റവും നല്ല പെർഫോമൻസുകൾ വന്നിട്ടുള്ള പരിപാടി സിനിമയിലാണ്. പല ക്യാരക്ടേഴ്സ് ഇപ്പൊ ഇത് പിഷാരടി ഇപ്പൊ പറഞ്ഞില്ലേ ഭയങ്കര ഓവറായിട്ട് ചെയ്തെന്ന്. പക്ഷെ ഞാൻ പറട്ടെ, പുള്ളിക്ക് ആയ ഒരു ചമ്മലെന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പറ്റില്ല. പക്ഷെ പുള്ളിക്ക് ഏറ്റവും ഒരു ഇത്തിരി ഒന്ന് ഹേർട്ടാണ് സംഭവങ്ങളാണ്. നമ്മൾ ഈ ലൈറ്റ് പോകുമ്പോൾ എൻ്റെ സ്വഭാവം മാറുമല്ല, എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് തീർക്കുക. അപ്പൊ ഞാൻ ചിലപ്പോൾ അത്രയും വേണ്ട ഓവർ എന്ന് പറയൂല, അത് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കേൾക്കാൻ. നമ്മ ക്രൗഡിലൊക്കെ പോയി ഒന്നും ഓർക്കാതെ അങ്ങോട്ട് പറഞ്ഞു പോകും. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ളൊരു സിഗ്നൽ ഉണ്ട്. അപ്പൊ ഞാനിത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പൊ സുബി എന്നെ ഒരു ലുക്ക് തരാറുണ്ട്, അപ്പൊ എനിക്കൊരു സിഗ്നൽ ഉണ്ട്, അത് വെച്ചാൽ അത് ഓക്കെ എന്നാണ് അതിന്റെ അർത്ഥം. അത് ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഇവിടെ പറയണത്, വേറെ ആർക്കും അത് അറിയില്ല. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞ സുബിയുടെ ഏറ്റവും നല്ല പെർഫോമൻസുകൾ വന്നത് സിനിമയിലാണ്. പിന്നീടാണെങ്കിലും കുട്ടികളോട് വർത്താനം പറയുന്ന ഒരു പരിപാടി ഒരു ടിവിയിൽ വന്നപ്പോ അത് 5 ഭാഷയിലുണ്ട്. ആ പരിപാടി സൗത്ത് ഇന്ത്യയിലുള്ള 5 ഭാഷയിൽ അതേ പരിപാടി ഉണ്ടായിരുന്നു. ബാക്കി 4 ഭാഷയിലും അതിന്റെ അവതാരകരാണുങ്ങളാണ്. നിങ്ങൾ ഡിജിറ്റൽ സ്പേസിൽ പോയി തപ്പി നോക്കിയാൽ കിട്ടും. അത് മലയാളത്തിൽ മാത്രമാണ് ഒരു പെണ്ണ് അവതരിപ്പിച്ചത്. കാരണം അതിന്റെ ടീം അന്ന് കണ്ടുപിടിച്ചൊരു കാര്യം, പെണ്ണുങ്ങൾക്ക് മിണ്ടാനുള്ള കഴിവുണ്ട്, മിണ്ടിക്കാനുള്ള കഴിവില്ല. അവതാരകരെ വെക്കണം. പെണ്ണുങ്ങളാണെങ്കിൽ അവര് മിണ്ടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് അവിടെയൊക്കെ അത് ചെയ്തത്. പക്ഷെ ഇവിടെ അവര് പല ആണുങ്ങളെ നോക്കിയിട്ടും അത് ഫിറ്റ് ആകാണ്ട് സുബിയാണ് അന്ന് അവതാരകയായി മാറിയത്. ആ പരിപാടിയും വലിയ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ടി വി ചെയ്ത എല്ലാ പരിപാടികളും ഹിറ്റാക്കിയിട്ടുള്ള ഒരാളാണ് സുബി. ചേച്ചി വന്നതിൽ ഓർമ്മയിലെന്നും സുബി എന്ന് പറയുന്ന ഈ ഒരു ലക്കത്തിൽ പങ്കെടുത്തതിൽ, കാരണം ഞാനത് പറയാൻ കാരണം ഡയാന ചേച്ചി ഓൺ സ്ക്രീൻ ഒരുപാട് വരുന്ന ഒരാളല്ല, വന്നിട്ടുള്ള ഒരാളല്ല, വരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഈ എപ്പിസോഡ് സുബിയെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ്, സുബിയുടെ ഓർമ്മകളാണ് എന്നുള്ളൊരു പരിഗണനയും ഒപ്പമുള്ളത് ഞങ്ങളാണെന്നുള്ള ഒരു പരിഗണനയും കൊണ്ടാണ് ചേച്ചി വന്നത്. വലിയ സ്നേഹം, ബഹുമാനം, നന്ദി. താങ്ക് യു.